മോളെ, നമ്മുടെ ബ്രോക്കർ സുധാകരേട്ടൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലേലും എൻ്റെ മോൾ ഭാഗ്യമുള്ളവളാണെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ? അച്ഛൻ എന്താലോചനയുടെ കാര്യമാണീ പറയുന്നത്? അനു കാര്യം പിടികിട്ടാത്ത പോലെ ചോദിച്ചു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ചില നേരത്ത് ഒന്നും മനസ്സിലാവാത്ത പോലെ അങ്ങ് പെരുമാറും. എടി പെണ്ണേ, നിനക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ടെന്ന്. ചെറുക്കനങ്ങ് പട്ടാളക്കാരനൊക്കെ ആയതുകൊണ്ട് നല്ല ശമ്പളവും കാണും. പോരാത്തതിന് ഒറ്റ മോൻ, പെങ്ങളുള്ളതിനെ കെട്ടിച്ചു. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അവർ നിന്നെ കല്യാണം കഴിഞ്ഞും പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നടന്നാൽ നിന്റെ ഭാഗ്യം. അമ്മയാണ് അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ പഠിക്കുവല്ലേ. പഠിച്ചു കഴിഞ്ഞിട്ട് ജോബാവട്ടെ, എന്നിട്ട് മതി. ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളും ഇത് തന്നെയാ പറയുന്നത്. പഠിച്ചവർ തന്നെ ഇവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ഇവിടെ ഒരുത്തി. എനിക്ക് അവരുടെയും ഇവരുടെയും കാര്യമൊന്നും അറിയണ്ട, എനിക്ക് പഠിക്കണം. അനു ഒട്ടും താല്പര്യമില്ലാതെ അത് പറഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ശബ്ദമുയർത്തി പൊട്ടിത്തെറിച്ചു. നോക്കിയേ, പെണ്ണിൻ്റെ ഒരു അഹങ്കാരം. ഇത്രയും നാൾ നിന്നെ നോക്കി വളർത്തിയ ഞങ്ങൾക്ക് ഇത് തന്നെ കേൾക്കണം. നിനക്ക് താഴെ 2 എണ്ണം കൂടി ഉണ്ടെന്ന് ഓർത്താൽ നല്ലത്. ഒന്നേനും രക്ഷപ്പെട്ടാൽ അത്രേലും ആയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അല്ലേലും പഠിക്കണമെന്നുള്ളവർ എപ്പോഴാണേലും പഠിക്കും. അമ്മ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ 3നെയും വളർത്തിക്കൊണ്ട് വന്നത്. അതൊക്കെ ഓർത്താൽ കൊള്ളാം. അല്ലാതെ ഞങ്ങൾ എന്ത് കാര്യം അങ്ങോട്ട് പറയുമ്പോഴും നിങ്ങളുടെ ഇഷ്ടം മാത്രം അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ടത് അല്ല പിള്ളേർ ചെയ്യേണ്ടത്. നന്ദിയില്ലാത്ത മക്കൾ ജനിച്ചു പോയാൽ തന്തയും തള്ളയും എന്താ ചെയ്യുക? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ 3 എണ്ണത്തിനെയും ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന് നന്ദിയൊന്നും നിങ്ങൾ തിരിച്ചു കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പുലമ്പിക്കൊണ്ടിരുന്നു. അതിനിടക്ക് അനുവിൻ്റെ അച്ഛൻ കയറി ഒച്ചയിട്ട് പറഞ്ഞു. മതി പറഞ്ഞത്. ഇനി ഈ കാര്യത്തിന് ഇവിടെ ഒരു ചർച്ച വേണ്ട. എന്തായാലും ഇവളുടെ കല്യാണം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മര്യാദയ്ക്ക് അറിയാമല്ലോ. അനുവിൻ്റെ വീട്ടിലെ സ്ഥിതി അതായിരുന്നു. ഒന്നിനും അഭിപ്രായം പറയാനോ തീരുമാനിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അവൾക്കും അവളുടെ താഴെയുള്ള 2 അനിയത്തിമാർക്കും വീട്ടിലുണ്ടായിരുന്നില്ല. എപ്പോഴും അച്ഛനും അമ്മക്കും നോക്കി വളർത്തി വലുതാക്കിയതിൻ്റെ കണക്ക് മാത്രമേ പറയാനുണ്ടാവുമായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും സമയത്തിന് ഭക്ഷണം കൊടുത്തു അവരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നല്ലാതെ മറ്റൊരു കാര്യത്തിലും തന്നെ പെൺമക്കളുള്ള വിലയോ നിലയോ ഒന്നും തന്നെ അവർക്ക് ആ വീട്ടിൽ കൊടുത്തിരുന്നില്ല. ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അമ്മയുടെ വായിൽ നിന്ന് അറിയാതെ വേറൊരു വാക്ക് വീണുപോയത്. ഇത് തന്നെ ബ്രോക്കർ ആ ചെറുക്കൻ നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് അവൻ വന്നേക്കുന്നതാണ്. വേറെ വല്ലവരുമാണെങ്കിൽ എന്തൊക്കെ കൊടുക്കണമായിരുന്നു? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ 3 എണ്ണത്തിനെയും കെട്ടിച്ചു വിടുമ്പോൾ കണ്ടവന്മാർക്ക് ഉരുട്ടിക്കൊടുക്കാൻ മാത്രം സ്വത്തിരിക്കുന്നൊന്നുമില്ലവിടെ. അതുകൊണ്ട് നീ എത്ര കിടന്ന് ചാടിയിട്ടും കാര്യമില്ല. നിന്റെ ഈ വിവാഹം നടക്കും. അപ്പോൾ അതാണ് പെട്ടെന്ന് എൻ്റെ വിവാഹം തീരുമാനിക്കാനുണ്ടായ കാര്യമെന്ന് അനുവിന് മനസ്സിലായി. സ്ത്രീധനമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് ചെക്കൻ പറഞ്ഞപ്പോൾ കിട്ടിയ ചാൻസിൽ ലാഭം നോക്കി പറഞ്ഞുവിടാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ കോളേജിൽ സന്തോഷത്തോടെ കൂട്ടുകാർക്കിടയിൽ പാറിപ്പറന്നു നടക്കുന്ന അവൾക്ക് പെട്ടെന്നൊരു വിവാഹം കഴിഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയായി പോവുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. പെട്ടെന്ന് വീട്ടുകാരെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് കുറേ വിഷമിച്ചെങ്കിലും മാതാപിതാക്കളെ എതിർത്ത് ശീലമില്ലാത്തത് കൊണ്ട് അനുവിൻ്റെ കല്യാണം സുദിനമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ചെറുക്കൻ 1.5 മാസത്തെ ലീവുണ്ട്. അത് കഴിഞ്ഞ് അവൻ പട്ടാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് അധികം വെച്ച് നീട്ടാതെ തന്നെയായിരുന്നു അനുവിൻ്റെയും സുബിൻ്റെയും വിവാഹം. സുബിൻ കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ, ഇരിനിറം. അനുവിനെ വെച്ച് നോക്കുമ്പോൾ അനു നല്ല വെളുത്തിട്ടും അവൻ നല്ല കറുത്തിട്ടുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാവും. എന്നാലും ഒരു പട്ടാളക്കാരുടെ ബോഡിയും ചുറുചുറുക്കവും തന്റേടവുമൊക്കെ അവനുണ്ടായിരുന്നു.
നിറം കറുപ്പാണെങ്കിലും അവനെ കണ്ടാൽ ആരും കുറ്റം പറയില്ല. കറുപ്പ് കളർ ഒഴിച്ച് നിർത്തിയാൽ ഐശ്വര്യമുള്ളൊരു മുഖമായിരുന്നു അവൻ്റേത്. വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അനുവിൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു ഒഴിഞ്ഞ പറമ്പ് പോലെ ശൂന്യമായി കിടക്കുകയായിരുന്നു. പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണം. പഠിക്കേണ്ട സമയത്ത് അതെല്ലാം അവസാനിപ്പിച്ച് കൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവളുടെ കഴുത്തിൽ കിടക്കുന്നത് മറ്റൊരുത്തൻ്റെ താലി. ഇനി അവളുടെ വീട്ടിലെപ്പോലെ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളിലും തടയിടാനും അവളെക്കൊണ്ട് അനുസരിപ്പിക്കാനുള്ള ഒരു അധികാരവസ്തുവായിട്ടായിരുന്നു അനുവിന് ആ താലി തോന്നിയത്. പുതിയ വീട്, പുതിയ അന്തരീക്ഷം. സുധിൻ്റെ മുറിയിൻ്റെ ജനാല തുറന്നാൽ ദൂരെ പാടത്ത് നിന്നും വരുന്ന തണുത്ത കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം. കാറ്റ് നല്ല തണുപ്പോടെ തന്നെ അനുഭവിച്ച് അറിയുകയും ചെയ്യാം. അന്ന് രാത്രി വിവാഹ തിരക്കെല്ലാം കഴിഞ്ഞ് കിടക്കാനായി സുബിൻ മുറിയിലേക്ക് വന്നപ്പോൾ അനു ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ കട്ടിലിൽ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഭൂരിഭാഗം പെൺകുട്ടികൾക്കും സാധാരണ സ്വന്തം വീട്ടിൽ അത്രയും കാലം വളരെ സന്തോഷമായിട്ടും ശേഷം കല്യാണം കഴിഞ്ഞ് വന്നാൽ കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇത് 3 പെൺകുട്ടികളുള്ള അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിൽ വളർന്നിട്ട് പോലും അനുവിന് അവളുടെ വീട്ടിൽ ഒരു സമാധാനവും അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും അവളെ വളർത്തിയോ എന്ന് ചോദിച്ചാൽ വളർത്തി, നോക്കി വലുതാക്കി, പഠിപ്പിച്ചു എന്നല്ലാതെ അതിനപ്പുറം ഒരു സ്നേഹവും അവർ അവൾക്ക് പകർന്നു കൊടുത്തിട്ടില്ലായിരുന്നു. സുബിൻ പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ അനു അവിടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. സുബിൻ മെല്ലെ ചിരിച്ചുകൊണ്ട് വാതിൽ കുറ്റിയിട്ട ശേഷം അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, കാത്തിരുന്നു മതിയായോ? ഞാൻ പുറത്ത് കുടുംബക്കാരും ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് അവരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് കയറിപ്പോരാൻ കഴിഞ്ഞില്ല. അവളൊന്നും പറഞ്ഞില്ല. പകരം അവനെ നോക്കി ഒന്ന് സൗമ്യമായി ചിരിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി പകരം മുഖത്തു നോക്കി ചിരി വരുത്തിയതാണെന്ന് പറയാം. എൻ്റെ ദേഹത്തെ പൊടിയും അഴുക്കുമാണ്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുബിൻ അവിടെ നിന്ന് ഒരു തോർത്തെടുത്ത് പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി. കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് തിരികെ വന്നു. അപ്പോൾ അനു എന്തൊക്കെയോ ആലോചിച്ച് കട്ടിലിൽ ഇരിക്കുക തന്നെയായിരുന്നു. കുളി കഴിഞ്ഞ് വന്ന ശേഷം അലമാര തുറന്ന് ഒരു ഷർട്ടെടുത്തിട്ട് സുബിൻ അനുവിനോട് ചോദിച്ചു, എന്താ പറ്റിയടോ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുന്നേ? വീട് വിട്ട് വന്നതിൻ്റെ വിഷമമാണോ? അനു ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോഴാണ് അവിടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ അവരുടെ ആദ്യ രാത്രിക്ക് കൊണ്ടുവച്ച പാല് സുബിൻ കണ്ടത്. സുബിൻ്റെ പെങ്ങൾ അനുവിൻ്റെ കൈവശം കൊടുത്തുവിട്ടതായിരുന്നു അത്. പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അനുവിന് നേരെ നീട്ടി സുബിൻ പറഞ്ഞു, നമ്മുടെ ആദ്യ രാത്രിയല്ലേ, ചടങ്ങൊന്നും തെറ്റിക്കണ്ട, കുടിച്ചോ. അനു വലിയ താല്പര്യമില്ലാതെയാണെങ്കിലും അവനെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി 2 ഇറക്കെ പാല് കുടിച്ച ശേഷം ബാക്കി സുബിന് തന്നെ തിരികെ കൊടുത്തു. അവനും അത് മുഴുവനായി കുടിക്കാതെ ചടങ്ങിന് മാത്രം 2 ഇറക്കെ കുടിച്ചു അവിടെ വെച്ചു. ശേഷം അവളുടെ അടുത്തായി കട്ടിലിൽ ഇരുന്നു. അനുവിന് അപ്പോഴും സുബിനോടൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തിരിക്കുന്ന ഒരു അസ്വസ്ഥത അവൾക്കുണ്ടായിരുന്നു. കുറച്ചു നേരം അവൾ അങ്ങനെ മിണ്ടാതിരുന്നു. എന്ത് പറയണമെന്നറിയാതെ സുബിനും അവിടെ തല താഴ്ത്തി അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നപ്പോൾ സുബിൻ മെല്ലെ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു? കിടക്കണ്ടേ? ഉറക്കം വരുന്നില്ലേ? അപ്പോൾ കിടക്കാമെന്ന് അനു പതിയെ പറഞ്ഞു. അവൾ അപ്പോഴും സുബിനോട് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സുബിൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അനു അപ്പോൾ കിടക്കാനായി ചരിഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ സുബിൻ മെല്ലെ അവളെ വിളിച്ചു, അനു. അവൾ തിരിഞ്ഞു നോക്കി. നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കറുപ്പായതുകൊണ്ട് നിന്റെ സൗന്ദര്യത്തിന് ചേരാത്ത ഒരുത്തനെ കെട്ടി കുടുങ്ങിപ്പോയതുപോലെ തോന്നുന്നുണ്ടോ ഇപ്പോൾ? സുബിൻ്റെ ആ ചോദ്യം എന്തോ അനു പ്രതീക്ഷിക്കാത്തതായിരുന്നു.
പെട്ടെന്ന് തന്നെ അവൾ കിടക്കാൻ പോകുന്നിടത്തു നിന്ന് അവിടെ തന്നെ എഴുന്നേറ്റിരുന്നു. അവൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാന്ന്? അവൾ പതിയെ ചോദിച്ചു. പിന്നെന്ത് പറ്റി? കുറേ നേരമായി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. ഒന്നുമില്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഒരു ടെൻഷനിൽ, അനു പകുതിയിൽ വെച്ച് പറഞ്ഞു നിർത്തി. അത് തന്നെയാണോ കാര്യം? സുബിൻ വീണ്ടും ചോദിച്ചു. അതെ, അനു പറഞ്ഞു. ഞാൻ കരുതി എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കുമെന്ന്. പിന്നെ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടന്നത് കൊണ്ട് എനിക്ക് നിന്നെ കൂടുതൽ പരിചയപ്പെടാനും സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ വീട്ടുകാർക്കായിരുന്നു നിർബന്ധം പെട്ടെന്ന് നടത്തണമെന്ന്. അടുത്ത ലീവിൽ നാട്ടിൽ വരുമ്പോൾ നടത്താമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർക്ക് നിർബന്ധമായത് കൊണ്ടാണ് ഇതിപ്പോൾ പെട്ടെന്ന് നടന്നത്. അപ്പോളെ തിരിച്ചുപോക്കിനിടക്ക് ഇത് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതി. ബ്രോക്കറിനോട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞിരുന്നു. അപ്പോളാണ് അദ്ദേഹം നിന്റെ കാര്യം പറഞ്ഞത്. നിന്റെ അച്ഛൻ നിനക്ക് പയ്യനെ നോക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. എന്താണെന്നറിയില്ല, നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ നിന്റെ വീട്ടുകാർക്കും സമ്മതം. പക്ഷേ നിന്നെപ്പോലെ സുന്ദരിയായ കുട്ടിക്ക് എന്നെപ്പോലെ ഒരാളെ ഇഷ്ടപ്പെടുമോ എന്ന് ഞാനാണെങ്കിൽ ഓർത്തതുമില്ല. സുധിൻ അത് പറഞ്ഞപ്പോൾ അനു പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു. ഇല്ല ഏട്ടാ, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഏട്ടനങ്ങനെ വിചാരിക്കരുത്. അതല്ല, ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ച് ചോദിച്ചു എന്നു. നിനക്കറിയാമോ, ഞാൻ ജീവിതത്തിൽ വലിയ സുഖമൊന്നും കിട്ടാത്തവനാണ്. കുഞ്ഞുനാൾ മുതലേ കണ്ടു വളർന്നത് കടവും കഷ്ടപ്പാടുമാണ്. അച്ഛനാണെങ്കിൽ എന്നും കുളിച്ച് വന്ന് വീട്ടിൽ തല്ലായിരുന്നു. കുഞ്ഞുനാളിൽ ഒറ്റ ദിവസം പോലും ഞാൻ തല്ല് കിട്ടാതെ ഉറങ്ങിയിട്ടില്ല. അന്നൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി സമാധാനത്തോടെ രാത്രി ഉറങ്ങുക എന്നതായിരുന്നു. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ദൂരസ്ഥലങ്ങൾ ടൂർ പോകുന്ന കാര്യം, മറ്റു വലിയ വലിയ കാര്യങ്ങളെല്ലാം ആഗ്രഹമായി പറയുമ്പോൾ ഒരു ദിവസം സന്തോഷത്തോടെ രാത്രി ഉറങ്ങാൻ കിടക്കുക എന്ന സ്വപ്നം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ടു നടന്നവനാണ് ഞാൻ. അച്ഛൻ എന്നും കുടിച്ച് വന്ന് വഴക്കായിരുന്നു. അമ്മക്കും ചേച്ചിക്കും എനിക്കും കിട്ടുമായിരുന്നു തല്ല്. അച്ഛൻ്റെ മദ്യപാനം കൊണ്ട് തന്നെയാണ് ഏറെ വൈകാതെ അച്ഛൻ മരണപ്പെട്ടതും. കണക്കിലധികം കുടിച്ച് ലിവർ അടിച്ചുപോയി. പിന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വീടും ഇല്ലായിരുന്നു. വാടക വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അമ്മക്ക് അങ്കനവാടിയിൽ ഭക്ഷണമുണ്ടാക്കാൻ പോകുന്ന ജോലിയായിരുന്നു. ആ ഒരു ജോലി വെച്ചുകൊണ്ടാണ് അന്നൊക്കെ നമ്മളുടെ കുടുംബം പുലർന്നു പോകുന്നത്. എന്നെയും ചേച്ചിയെയും അമ്മ പഠിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ബാക്കി ഭക്ഷണത്തെ ഞങ്ങൾക്ക് കൊണ്ടുതരും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലം കടന്നു പോയത്. എന്നാലും വാടക കൊടുത്തും കടം പലിശ കൂടിയും ഞങ്ങൾക്ക് ഓരോ ദിവസവും കഴിയുന്തോറും കൂടുതൽ താഴ്ചയിലേക്ക് പോയതല്ലാതെ ഒരിത്തിരി പോലും ഉയരാൻ കഴിഞ്ഞില്ല. കടക്കാരുടെ ബുദ്ധിമുട്ടിക്കലും കഷ്ടപ്പാടും ദാരിദ്ര്യവുമൊക്കെ സഹിക്കാൻ വയ്യാതെയാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പല വീടുകളിലും മറ്റുമായി സഹായത്തിനും പുറപ്പണിക്ക് എല്ലാത്തിനും പോയി തുടങ്ങി. പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ നല്ല നിലയിൽ വരാം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ് പിന്നെ കുറച്ച് വലുതായപ്പോൾ പട്ടാളത്തിലേക്ക് ട്രൈ ചെയ്യുന്നത്. അതാവുമ്പോൾ അത്യാവശ്യം ശമ്പളം കിട്ടുമല്ലോ. നമ്മളവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും നമ്മുടെ വീട്ടിലുള്ളവർ സുഖമായി ഇരിക്കുമല്ലോ എന്നോർത്ത് ഒരിക്കൽ പോലും വീടോ നാടോ അമ്മയോ വിട്ട് നിൽക്കാത്ത ഞാൻ എത്ര വിഷമം സഹിച്ചാണ് പട്ടാളത്തിൽ പോയതെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ തുടക്കത്തിൽ ട്രെയിനിങ് പീരീഡിൻ്റെ കഷ്ടപ്പാടുമെല്ലാം കൂടെ അവിടെയും കുറേ ദുരിതം അനുഭവിച്ചു. എന്നാലും ഇപ്പോഴും ഒരു നല്ല നിലയിലേക്ക് കരകയറി വന്നിരിക്കുന്നു. സ്വന്തമായി ഒരു വീടായി. ചേച്ചിയുടെ വിവാഹം നടത്തി. ഇപ്പോൾ എൻ്റെ വിവാഹവും കഴിഞ്ഞു. മാസം ശമ്പളവും കിട്ടുന്നത് കൊണ്ട് വലിയ കടങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നു. പിന്നെ ചേച്ചിയുടെ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് എന്തോരെണ്ണമാണെന്ന് എനിക്കേ അറിയാം. കൊണ്ടാണ് ഞാൻ പെണ്ണ് നോക്കാൻ തുടങ്ങിയപ്പോൾ സ്ത്രീധനമായോ പണമായോ ഒന്നും പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും 5 പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞത്. കാരണം അത് കൊടുക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം.
പിന്നെ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ആരോടും തോന്നാത്ത എന്തോരിഷ്ടം തോന്നി. അങ്ങനെ ബ്രോക്കറോട് ചോദിച്ചു. പെട്ടെന്ന് കല്യാണം നടന്നു. എന്നാലും പെട്ടെന്നായത് കൊണ്ട് ഇപ്പോഴും ഞാനൊരു ഭർത്താവായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സുബിൻ പറയുന്നതൊക്കെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനു അപ്പോൾ. ഇത്രയും തുറന്ന് സംസാരിക്കുമെന്ന് അനു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിലാണെങ്കിൽ ചീത്ത പറയാനും പെൺകുട്ടികളായിപ്പോയത് കൊണ്ട് പുച്ഛിക്കാനും മാത്രമേ അവളുടെ അച്ഛനും അമ്മയും വായ തുറക്കാറുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും നോക്കിയാലും 3 പെൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ കഷ്ടപ്പാടും പറച്ചലും. കൂടാതെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് കേട്ടുവന്ന അവൾക്ക് ആദ്യ രാത്രിയിലൊരു സുബിൻ്റെ തുറന്ന പറച്ചൽ എത്രയും ആശ്വാസം പോലെ തോന്നി. നീ എന്തുകൊണ്ടും വിഷമിക്കണ്ട. നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നീ നിന്റെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത് അതിലും സന്തോഷത്തോട് കൂടെ ഇവിടെ തന്നെ കഴിയാം. ചേച്ചി എന്തായാലും 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം. അവളുടെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതും മറ്റുമെല്ലാ കാര്യങ്ങൾക്കും അവൾ തന്നെ വേണം. പിന്നെ അമ്മായിയമ്മ കിടപ്പിലാണ്, അവരെയും നോക്കണം. ഒക്കെ കൂടി അവൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവൾക്കെപ്പോഴും വരാൻ കഴിയാറില്ല. പിന്നെ ഇവിടെ നീയും അമ്മയും മാത്രമേ ഉണ്ടാകൂ. ഞാനും 1 മാസം കൊണ്ട് തിരിച്ചു പോകുമല്ലോ. പിന്നെ ഇടയ്ക്ക് ലീവിൽ വരുമ്പോൾ മാത്രമല്ലേ നമ്മൾ തമ്മിൽ കാണും. അതുകൊണ്ട് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാകുന്ന ഭർത്താവിനെക്കൊണ്ടുള്ള ഉപദ്രവം നിനക്ക് ഉണ്ടാവില്ല എന്ന് സുബിൻ തമാശ പോലെ പറഞ്ഞു. എന്തായാലും ഞാൻ 1 മാസം കഴിഞ്ഞ് തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ നീ ഇവിടെ വെറുതെ ഇരിക്കണ്ട, പഠിക്കാൻ പോയിക്കോ. ഞാൻ ഏതായാലും നാട്ടിലുണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെ വെറുതെ ഇരുന്ന് അമ്മയുടെ കൂടെ മുഷിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല നിനക്ക് ഇവിടുന്ന് കോളേജിലേക്ക് പോയി വരാൻ കുറച്ച് ദൂരമുണ്ടെങ്കിലും നേരിട്ട് ബസ്സുണ്ട്. ഒരു ബസ് കയറിയാ മതി. പ്രതീക്ഷിക്കാതെ സുബിൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വന്ന സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. വീട്ടിലൊരു സ്വാതന്ത്ര്യം കിട്ടാതെ വളർന്നത് കൊണ്ട് തന്നെ സുബിൻ്റെ സ്നേഹത്തോടെയുള്ള സംസാരം അവൾക്ക് എത്രയോ സ്നേഹം തോന്നിച്ചിരുന്നു. അനു സൗമ്യമായി അവനെ നോക്കി ചിരിച്ചു. എന്ത് പറ്റി? സുബിൻ ചോദിച്ചു. ഒന്നുമില്ല, അനു പറഞ്ഞു. പിന്നെ അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി. ഏട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്കെൻ്റെ വീട്ടിൽ ഇത്രയും കാലം നല്ല സുഖമൊന്നും കിട്ടിയിട്ടില്ല. 3 പെൺമക്കളായതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും എന്നും അത് പറഞ്ഞ് കഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. സ്വന്തമൊരു അഭിപ്രായം പറയാനോ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകാൻ പോലും അനുവാദമില്ലാതെയാണ് ഞങ്ങളെ അവർ വളർത്തിയത്. എല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനായിരുന്നു. കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അവർ പറയുന്നത് മാത്രം കേട്ടു ജീവിക്കുന്നു. അങ്ങനെ തന്നെയായിരുന്നു പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ ഏട്ടൻ്റെ വിവാഹ ആലോചന നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചത്. അപ്പോഴൊക്കെ കുറേ വിഷമിച്ചിട്ടുണ്ട് ഞാൻ. താല്പര്യമില്ലാതെ, വേറെ നിവൃത്തിയില്ലാതെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നാൽ ഇപ്പോൾ ഏട്ടൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അനു തിരിച്ചുകൊണ്ട് ബാക്കി പറയാൻ വന്നത് നിർത്തി. സംസാരം കേട്ടപ്പോൾ എന്ത് പറ്റി? സുബിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ആദ്യമായാണ് എന്നോടൊരാൾ ഇങ്ങനെയൊക്കെ തുറന്ന് സംസാരിക്കുന്നത്. സുബിൻ അപ്പോൾ അവളുടെ വലത് കൈ പിടിച്ചു അവൻ്റെ മടിയിൽ വെച്ചു. ശേഷം അവൻ്റെ 2 കൈക്കുള്ളിലും അവളുടെ കൈ വെച്ച് ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇന്നു മുതൽ. അപ്പോൾ നിന്നോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ തുറന്ന് സംസാരിക്കുക? നിനക്കും അങ്ങനെ തന്നെയാണ്. എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, എന്ത് സഹായവും ചോദിക്കാം. എപ്പോഴും ഞാനുണ്ടാകും കൂടെ. ഇനി ഇവിടെ അടുത്തില്ലെങ്കിൽ പോലും നിനക്കൊരു കുറവും അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവില്ല. അല്ലെങ്കിലും സന്തോഷത്തോടെ പൊന്നുപോലെ നോക്കാം. സ്നേഹിക്കാനും വേണ്ടി തന്നെയാണ് വിവാഹം കഴിച്ചത്. അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനോ നിന്റെ ഇഷ്ടങ്ങൾ തല്ലിത്തകർക്കാനോ ഒന്നുമല്ല. അതുകൊണ്ട് നീ ചെറിയ പ്രായമല്ലേ, നീ വീട്ടിലിരുന്ന് മടിക്കണ്ട. നീ പഠിക്കാൻ പോയിക്കോ. പിന്നെ നീ പറഞ്ഞ പോലെ പെൺകുട്ടികളാണെന്ന് കരുതി വീട്ടുകാർക്കൊന്നും ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. പെൺകുട്ടികൾ ശരിക്കും അച്ഛനും അമ്മക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് മനസ്സിലാക്കാതെ വലിയൊരു ബാധ്യതയായി കാണുന്നത് കൊണ്ടാണ് അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ പറയുന്നത്.
അതോർത്ത് നീ ഇനി വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം നല്ല പോലെ ജീവിക്കാം. അതിന് വേണ്ടതൊക്കെ ചെയ്യാം. സുബിൻ ചിരിച്ചു. ശേഷം തുടർന്നു, ഞാൻ പറഞ്ഞല്ലോ അനു, ഞാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നിനും പറ്റാത്ത ഒരു കള്ളുകുടിയൻ്റെ മകനായി, ഒരു വീടില്ലാത്തവനായി, പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ നിലയില്ലാത്തവനായി ജീവിച്ചവനാണ്. എത്രയോ കുടുംബക്കാരും ബന്ധുക്കാരും ഉണ്ടായിട്ട് ഒരു കൈ സഹായവും എനിക്ക് ആരോടും കിട്ടിയിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ആരും. അങ്ങനെയൊക്കെ കടന്നു വന്നവനാണ് ഞാൻ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ. പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ. എനിക്കൊന്നും താങ്ങും തണലായി എന്നും നീ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവനവൻ്റെ ഒരു കൈകൊണ്ട് അവളെ ചേർത്തി പിടിച്ചു. സുബിൻ്റെ നെഞ്ചിൽ കിടന്നപ്പോൾ താൻ ഇതുവരെ അനുഭവിക്കാത്ത ഏതോ ഒരു സ്വർഗത്തിലാണെന്ന് ഉള്ളത് എന്ന് അനുവിന് തോന്നിയ നിമിഷമായിരുന്നു അത്. അവൾ അവളുടെ 2 കൈകൊണ്ട് അവൻ്റെ പുറം തലോടി കെട്ടിപ്പിടിച്ചു. അപ്പോൾ അനു അറിയാതെ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി.